ഓ യെസ്, നമുക്ക് ആരംഭിക്കാം. ഞാനിന്ന് പറഞ്ഞു തുടങ്ങുന്നത് പൊതുപണിമുടക്കിനെ കുറിച്ചാണ്. സകല പത്രങ്ങളും സകല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഹർത്താലിനെ കുറിച്ചും പണിമുടക്കിനെ കുറിച്ചിലാണ്. 25 കോടിയിലധികം ആളുകൾ പണിമുടക്കിനോട് സഹകരിച്ചു എന്നാണ് കേരളത്തിലൊരു പത്രം വിളിച്ചു പറഞ്ഞത്. ശരിയായിരിക്കാം. പക്ഷേ മറ്റു ചിലർ പറയുന്നു ഇത് കേരളത്തിൽ മാത്രമേ ഈ സമരം ജനത്തെ സ്വാധീനിച്ചുള്ളൂ, അല്ലെങ്കിൽ ജനം ബുദ്ധിമുട്ടിയുള്ളെന്നാണ്. മഹാരാഷ്ട്ര, ചെന്നൈ, ബാംഗ്ലൂർ അങ്ങനെ തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഈ സമരം ഒരു തരത്തിലും ഒരു ചലനവും സൃഷ്ടിച്ചില്ല എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. എന്നാൽ ബീഹാറിലും കേരളത്തിലുമൊക്കെ ഒറ്റപ്പെട്ട സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് കേരളത്തിൽ നിങ്ങൾ കണ്ടു പലരെയും ഓടിച്ചിട്ട് തല്ലുന്നതും മർദ്ദിക്കുന്നതുമായ ദൃശ്യങ്ങൾ. ഈ സമരത്തിനൊരു ഭാഗമായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഞാനും. അതുകൊണ്ട് എനിക്കും ഇതിനെ വിമർശിക്കാനോ കുറ്റപ്പെടുത്താനോ കഴിയില്ല. സമരങ്ങൾ അനിവാര്യമാണ്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. സമരങ്ങൾ അനിവാര്യം തന്നെയാണ്. സമരം ചെയ്താണ് സർവ്വരാജ്യ തൊഴിലാളികൾ ഈ അവകാശങ്ങളെല്ലാം നേടിയെടുത്തത് എന്നുള്ളതൊരു വസ്തുതയുമാണ്. എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് കോളേജ് വിദ്യാഭ്യാസത്തിൽ, ഞാനൊരു പാരലൽ കോളേജ് പഠിക്കേണ്ടി വന്നൊരു വിദ്യാർത്ഥിയാണ്. അന്ന് റെഗുലർ കോളേജ് വിദ്യാർത്ഥി 10 പൈസയ്ക്ക് ഒരു സ്കൂളിലേക്ക് യാത്ര പോകാൻ കഴിയുമായിരുന്നെങ്കിൽ ഞങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികൾക്ക് അത് 1 രൂപ വരെ കൊടുക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. വളരെ നിർധനരായ വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളായിരുന്നു ബഹുഭൂരിപക്ഷവും അന്ന് വന്നുകൊണ്ടിരുന്ന പാരലൽ കോളേജ് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ബസ് കൺസെഷൻ അനിവാര്യമായിരുന്നു. അത് കൊടുക്കാത്തതിൻ്റെ പേരിൽ ഇവിടെ വലിയ കോലാഹലങ്ങളും സമരങ്ങളും നടന്നു. വലിയ ബസ്സിന് കല്ലേറുന്ന ഒട്ടേറെ സമരങ്ങൾ നടത്തു. ആ സമരം നയിച്ചിരുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. അവസാനം ബസ് കൺസെഷൻ കിട്ടുന്നിടത്ത് വെച്ചാണ് ആ സമരം ഞങ്ങൾ അവസാനിപ്പിച്ചത്. പക്ഷേ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുകയാണ് ഈ കുട്ടികൾക്ക് ബസ് കൺസെഷൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല എന്നാണ് ഇന്നത്തെ എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്ക വീടുകളിലെയും കുട്ടികളെ സ്വകാര്യ വാഹനങ്ങളിലോ സ്കൂളിലെ വാഹനങ്ങളിലോ വലിയ ഫീസ് കൊടുത്താണ് ഇന്ന് വീട്ടുകാർ അല്ലെങ്കിൽ മാതാപിതാക്കൾ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത്. അപൂർവം ചില കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ ബസ്സിനെ ആശ്രയിക്കേണ്ടി വരുന്നുള്ളൂ. അവർക്കൊക്കെ പോക്കറ്റ് മണിയായി കൊടുക്കുന്നത് 10-100 രൂപയാണ് മാതാപിതാക്കൾ. അവിടെയാണ് അവരതുമായി അത് പോക്കറ്റിലിട്ടുകൊണ്ട് ഹോട്ടലിൽ പോകാനും ഭക്ഷണം കഴിക്കാനും വേണ്ടി വിനിയോഗിക്കുകയും ബസ്സിൽ കയറുമ്പോൾ മാത്രം ബസ് കൺസെഷൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് വിദ്യാർത്ഥികളും ബസ് ജീവനക്കാരും തമ്മിൽ സംഘർഷം തന്നെ പലപ്പോഴും ഉടലെടുക്കാറുള്ളത്. അപ്പോൾ പലതും കാലഹരണപ്പെടുമ്പോൾ മാറ്റം ചെയ്യേണ്ടതാണ്. ഈ സമരത്തിനുമില്ലേ അത്തരമൊരു മാറ്റം. ഇപ്പോൾ പറഞ്ഞു വന്നപ്പോൾ എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന നിതീഷിനൊരു സംശയം. ചെറുപ്പക്കാരനാണ്, 10-23 വയസ്സേ ഉള്ളൂ. അദ്ദേഹം ചോദിച്ചു, സാർ ഈ സാധാരണക്കാരനെ ബാധിക്കുന്ന വിഷയമല്ലേ ബസ് കൺസെഷൻ എന്ന്? അപ്പോൾ എനിക്ക് തോന്നി അതൊന്ന് നിങ്ങളെയും വിശദീകരിക്കേണ്ട, ഞാൻ നിതീഷിനെ വിശദീകരിച്ച പോലെ തന്നെ നിങ്ങളോടും വിശദീകരിക്കേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ചോദ്യം പ്രസക്തമാണ്. ഇപ്പോൾ ഈ സാധാരണക്കാരൻ കുട്ടികൾ, പാവപ്പെട്ട കുട്ടികൾ എന്ന് പറയുന്നു, ശരിയാണ്, പാവപ്പെട്ട കുട്ടികൾ. ഇന്ന് പാവപ്പെട്ട കുട്ടികൾ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി കൂലിവേല ചെയ്ത് ജീവിക്കുന്ന കുടുംബങ്ങളെയാണ് നമ്മൾ സാധാരണക്കാരെന്ന് പറയുന്നത്. ഇന്നൊരു കൂലിവേല എന്ന് പറയുന്നത് അല്ലെങ്കിൽ സാധാരണ പണികൾ എന്ന് പറയുന്നതിന് ഏറ്റവും കുറഞ്ഞ കൂലി 800 രൂപയും 1000 രൂപയുമാണ്. 1000 രൂപ ഇല്ലാതെ ഇപ്പോൾ പലരും 1200 രൂപ, ഒരു ആശാരിയെ വിളിച്ച് 1200 രൂപയാണ്, ഒരു മേസ്തിരിയെ വിളിച്ച് 1200 രൂപ, പെയിൻറ്റർ തൊഴിലാളിക്ക് 1200, 1200 ആണ്. ഇന്ന് 1000 രൂപ അടിസ്ഥാനപരമായി വേതന നിരക്കിൽ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അതായത് റെഗുലറായിട്ട് ചിലപ്പം സാലറി വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല. പക്ഷേ ഡെയിലി വേതനം എന്ന് പറയുന്നത്, ഡെയിലി വേജസ് എന്ന് പറയുന്നത് 1000 രൂപയാണ്. അവിടെ നോർമലി ഒരു കുടുംബജീവിതത്തിൽ ഒരു കുടുംബത്തിൽ അരിയും പച്ചക്കറികളും പലഹാരത്തിനുള്ള സാധനങ്ങളും എല്ലാം വാങ്ങി വരാനുള്ള ചിലവെന്ന് പറഞ്ഞാൽ 200 രൂപ മുതൽ 300 രൂപ വരെ മാത്രം മതിയാകുമെന്നാണ് ഇന്നത്തെ വില വിവര പട്ടിക നമ്മളെ സൂചിപ്പിക്കുന്നത്. ഒരു ന്യൂക്ലിയർ ഫാമിലിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, വലിയ കുടുംബത്തിൻ്റെ ഇല്ല. അത് കഴിഞ്ഞാൽ ഒരു 700 രൂപയോളം അവർക്ക് മിച്ചം വരുന്നതാണ്. ആ 700 രൂപയ്ക്ക് അവർക്ക് ഇനിയിപ്പോൾ അതിന് കൂട്ടത്തിൽ ഇറച്ചിയോ മീനോ പോലുള്ള ഇച്ചിരി കൂടെ ആഡംബരമായ ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 100 രൂപയുടെ എക്സ്ട്രാ വെച്ചാൽ പോലും 400 രൂപ. പിന്നെ വരുന്ന രൂപ അവരുടെ സേവിങ്സിലേക്ക് മാറുകയാണ്. ചിലപ്പോൾ ആ പണിയെടുക്കാൻ പോകുന്ന ആൾ മദ്യപിക്കുന്ന ആളായിരിക്കാം, അങ്ങനെ അതിൽ നിന്ന് കുറച്ച് രൂപ എടുത്ത് മദ്യപിക്കും. അത് കഴിഞ്ഞപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് ലോട്ടറി ടിക്കറ്റ് കാണും, ലോട്ടറി മേടിക്കും. ഇങ്ങനെയെല്ലാം കഴിയുമ്പോൾ വീട്ടിൽ വരുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ പണം കാണില്ല. അവർ ചിലപ്പോൾ അത്യാവശ്യം ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്ക് വന്നാൽ പണം കണ്ടില്ലെന്ന് വരിക്കും. പക്ഷേ അതൊന്നുമല്ലാത്ത, നമ്മൾ അങ്ങനെയല്ലല്ലോ ആളുകളെ പറയുന്നത്, അവരുടെ എല്ലാ ജീവിത നിലവാരങ്ങളും കഴിഞ്ഞിട്ടല്ലല്ലോ കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നത്. നമ്മളെല്ലാവരും നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചതുപോലെ തന്നെ നമ്മളും നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ യാത്രാ സൗകര്യങ്ങളെ
കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി, അവർ യാത്ര ചെയ്യുമ്പോൾ ഒരു സംഘർഷം ഒഴിവാക്കുന്നതിന് വേണ്ടി, അവർ പ്രൈവറ്റ് ബസ് ജീവനക്കാരുമായി ഏറ്റുമുട്ടുന്നതിന് പകരം അവർക്ക് സുരക്ഷിതമായ ആ ബസ്സിൽ കയറിയിരുന്ന് പോകാനുള്ള ഒരു സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടി ഈ ബസ് കൺസെഷൻ നിർത്തലാക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. പലപ്പോഴും കുട്ടികൾ ബസ്സിൽ ഒരു അനിശ്ചിതാബോധത്തോടെയാണ് കയറിയിരിക്കുന്നത്. ഭീകരമായ രീതിയിലാണ് പല ബസ് കണ്ടക്ടർമാരും തൊഴിലാളികളും അവരോട് പെരുമാറുന്നത്. കാരണം 2 രൂപയ്ക്ക് യാത്രയ്ക്ക് വന്നൊരു പിച്ചക്കാരൻ എന്ന നിലയിലാണ് പലപ്പോഴും കുട്ടികളോട് അവർ അപ്രോച്ച് ചെയ്യുന്നത്. അത് ഒഴിവാക്കാൻ, നമ്മുടെ കുട്ടികൾക്ക് അഭിമാനബോധം ഉണ്ടാക്കാൻ, അവർ സൗകര്യപ്രദമായി യാത്ര ചെയ്യാൻ, ഇരിക്കുമ്പോൾ ബസ്സിൽ എന്ന് പറഞ്ഞ് സീറ്റ് കാട്ടിക്കൊടുക്കാൻ ഒരു കണ്ടക്ടർക്ക് തോന്നണമെങ്കിൽ അവർക്ക് ആ ഫുൾ പൈസ കിട്ടിയാൽ കിട്ടും. കുട്ടികളുടെ യാത്ര അഭിമാനകരമാകും. അവർ സ്കൂളിലേക്ക് ചെല്ലുന്ന അവർക്ക് അഭിമാനത്തോടെ ചെല്ലാം. ഒരു ജീവനക്കാരൻ്റെ പുച്ഛവും പുലമ്പലും കേട്ട് പോകേണ്ട ഗതികേട് കുട്ടികൾക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ ബസ് കൺസെഷൻ്റെ കാര്യം സൂചിപ്പിച്ചത്. നമ്മളവർക്കും നമ്മൾ സമരം ചെയ്യുന്ന നമുക്ക് ഒത്തിരി ന്യായീകരണങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് ന്യായീകരണമുണ്ട്. ഞാനും പറയുമ്പോൾ എനിക്ക് വേറെ ചിരിയും, ചിലപ്പോൾ എനിക്ക് തന്നെ എന്നോട് തന്നെ മറ്റുള്ളവർ പരിഹസിക്കുമ്പോൾ ആ പരിഹാസം എന്നിൽ തന്നെ വന്ന് തറയ്ക്കുന്നില്ലേ എന്ന് എനിക്ക് തോന്നിയ ചില നിമിഷങ്ങളുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ഞങ്ങൾ കോർണർ മീറ്റിങ്ങുകൾ പ്രസംഗിക്കാൻ പോകും. നിങ്ങൾക്കറിയാം, തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ സകല റോഡ് വക്കത്തും അതുപോലെ കടകളുടെ തിണ്ണുകളിലും എന്ന് വേണ്ട വിജനമായ പാടവരമ്പത്തിൽ നിന്ന് പോലും ഇലക്ഷൻ കാലത്ത് പ്രസംഗിക്കേണ്ടി വന്ന ഗതികേട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭവമുള്ള ഒരാളാണ് ഞാൻ. കേൾക്കാൻ മുമ്പിൽ ശ്രോതാക്കളില്ലാതെ വരുമ്പോൾ ഞങ്ങൾ തന്നെ പറയുന്നുണ്ട്, എന്തിനാണ് നമ്മൾ പ്രസംഗിക്കുന്നത്, ആരോടാണ് നമ്മൾ പറയുന്നത്? അപ്പോൾ ഞങ്ങളുടെ നേതാക്കന്മാർ പറയും, അവർ വീട്ടിലിരുന്ന് കേൾക്കുന്നുണ്ട് നിങ്ങളുടെ പ്രസംഗം, അതുകൊണ്ട് ചാവരെ ഉറക്കെ പറഞ്ഞോളാൻ പറയും. ഞാൻ ഘോരം ഒച്ച പറയുമായിരുന്നു, എൻ്റെതാണ് ഇരിക്കുന്നത്, ഇത് 100 കണക്കിന് ആളുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന്. കുറച്ച് നാളുകൾ കഴിഞ്ഞ് നമ്മൾ പിന്നീട് നമുക്കൊരു നല്ല തിരിച്ചറിവായി നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ വിലയിരുത്തുന്ന സമയത്ത് പലരും റോഡ് പക്കത്ത് നിന്ന് പ്രസംഗിക്കുകയും ആരും കാണാനും കേൾക്കാനും ഇല്ലാതെ നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥ കാണുമ്പോൾ നമുക്ക് തന്നെ പലപ്പോഴും അവരോടൊരു പരിഹാസവും പുച്ഛവും തോന്നാറുണ്ട്. അപ്പോഴാണ് നമ്മൾ ചെയ്ത വിഡ്ഢിത്തരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. ഇതിൻ്റെ എല്ലാം കാലം മാറുകയാണ്, ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. സമരങ്ങളുടെ രൂപം മാറുന്നു, തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ രൂപം മാറുന്നു, പ്രചരണ ഉപാധികളുടെ തന്ത്രം മാറുന്നു. എല്ലാം മാറ്റത്തിൻ്റെ പാതയിലാണ്. അവകാശ സമരങ്ങളും മാറ്റത്തിൻ്റെ പാതയിൽ തന്നെയാണ്. ഈ സമരത്തിൽ ലക്ഷക്കണക്കിന് IT ജീവനക്കാർ മുഴുവൻ ജോലി ചെയ്തിരുന്നു എന്നുള്ളതാണ് വസ്തുത, മറക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്കെല്ലാം വർക്ക് ഫ്രം ഹോം ഫെസിലിറ്റി ഉണ്ട്, യാത്രാ സൗകര്യമില്ലെങ്കിൽ അവർക്ക് തലേദിവസം വന്ന് താമസിപ്പിക്കാനുള്ള സൗകര്യമുണ്ട്. പല സ്ഥാപനങ്ങളും അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നടന്നു. എൻ്റെ സ്ഥാപനം നടന്നുമില്ല, അത് ഞാൻ പറയേണ്ടി വരും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമരമെന്ന് കേൾക്കുമ്പോൾ, ഹർത്താലെന്ന് കേൾക്കുമ്പോൾ പൊതുവെ എല്ലാവർക്കും പണിമുടക്കാൻ അല്ലെങ്കിൽ വീട്ടിൽ ഇരിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് കരുതുന്നത്. പിന്നെ അങ്ങനെയല്ല, ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സ്ഥാപനത്തിലേക്ക് വരാൻ ഭയമാണ്. കാരണം അവരെ വഴിയിൽ തടഞ്ഞു നിർത്തി ആക്രമിക്കുമോ, അല്ലെങ്കിൽ അവരുടെ വണ്ടി തടഞ്ഞു നിർത്തുമോ, അവരുടെ വണ്ടി അപകടപ്പെടുത്തുമോ എല്ലാം ചെയ്തെങ്കിൽ എന്താവും സ്ഥിതി? പിന്നെ മാതാപിതാക്കൾക്ക് പുറത്തോട്ട് വിട്ട് കഴിഞ്ഞാൽ കേരളത്തിലെ പ്രത്യേക സ്ഥിതി ആയതുകൊണ്ട് സമരത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ജോലിക്ക് പോകുന്നവരെ വഴിയിലിട്ട് മർദ്ദിക്കുന്ന സ്ഥിതിയുള്ളതുകൊണ്ട് മാതാപിതാക്കളും സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഞാനും പറഞ്ഞു അടച്ചിട്ടേക്കാം. പക്ഷേ അടച്ചിടുമ്പോഴും വീട്ടിലിരുന്ന് എനിക്ക് ജോലി ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റേതായ ജോലികളിൽ വ്യാപൃതനായിരുന്നു, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഈ ഒരു ദിവസത്തെ തൊഴിൽ നഷ്ടം, അല്ലെങ്കിൽ ഒരു ദിവസത്തെ ബിസിനസ് നഷ്ടം, വ്യാവസായിക നഷ്ടം, ഉൽപ്പാദന നഷ്ടം, നമ്മുടെ രാജ്യത്തിനുണ്ടായിക്കൊണ്ടിരിക്കുന്ന നഷ്ടം എന്താണെന്ന് നമ്മളെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ആർക്കെതിരെയാണ് സമരം ചെയ്തത്? ആ സമരം ആരിലെങ്കിലും അല്പമെങ്കിലും ചലനമുണ്ടാക്കാൻ കഴിഞ്ഞോ എന്ന് ഓരോ സമരം കഴിയുമ്പോഴും നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട സമയമായിട്ടില്ലേ? എന്നോട് ഈ സമരത്തെക്കുറിച്ച് അഭ്യസ്തവിദ്യരായ ഒട്ടേറെ ചെറുപ്പക്കാർ ചോദിച്ചു, എന്തിനാണ് ഈ പണിമുടക്ക്? ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മൾ പണിമുടക്കുന്നതിൻ്റെ കാര്യകാരണങ്ങൾ നമ്മൾ മാധ്യമങ്ങൾ മുഖേന വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ പുതിയ തലമുറ അത്തരം മാധ്യമങ്ങളും അത്തരം വാർത്തകളും ശ്രദ്ധിക്കുന്നില്ലാത്തതുകൊണ്ട് അവർക്ക് ഇതൊന്നും കാണാനും അറിയാനും കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും അവർ വീട്ടിലിരിക്കേണ്ടി വരുമ്പോഴാണ് ഒരു പണിമുടക്കാണ്, അത് ആഘോഷിച്ച് കളയാം. ബിവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകളിൽ മിനിഞ്ഞാന്ന് അത് അടയ്ക്കുന്നിടം വരെ വലിയ നീണ്ട ക്യൂ ആയിരുന്നു. ലിറ്റർ കണക്കിന് കുപ്പികൾ മേടിച്ചുകൊണ്ടാണ് ചെറുപ്പക്കാർ അല്ലെങ്കിൽ വീട്ടുകാർ എല്ലാവരും തന്നെ അവരുടെ വീടുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. മറ്റു ചിലർ മറ്റ് ലഹരികളിലേക്ക് പോയിട്ടുണ്ട്. സത്യത്തിൽ ഇത്തരം ചില കാര്യങ്ങൾ സംഭവിച്ചു എന്നല്ലാതെ പണിമുടക്ക് കൊണ്ട് എന്ത് നേടി എന്ന് നമ്മൾ ചോദിച്ചാൽ എനിക്ക് മനസ്സിലാകുന്നില്ല നമ്മൾ ഇനിയും എന്തെങ്കിലും നേടിയിട്ടുണ്ടെന്ന്. അപ്പോൾ പറയും, ഇങ്ങനെയുള്ള പല പണിമുടക്കുകളും ഹർത്താലുകളും കൊണ്ടല്ലേ നിങ്ങളെപ്പോലുള്ള ആളുകൾ നേതാക്കന്മാരായത്, അല്ലെങ്കിൽ ഈ നിലയിലൊക്കെ എത്തിയതിനൊക്കെ ചോദ്യങ്ങളും എല്ലാം പലയിടത്തുനിന്നും ഉണ്ടാകാം. പക്ഷേ നമ്മൾ ഓർക്കണം, അതൊക്കെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ വേണമായിരുന്നു. കാലം മാറുകയാണ്, സമരതന്ത്രങ്ങളും സമരമുഖങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത്തരം പുതിയ കാലത്തിന് അനുയോജ്യമായ സമരങ്ങൾ കണ്ടുപിടിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പകരം
ഇനിയും കാലഹരണപ്പെട്ട പണിമുടക്കുകളും ഹർത്താലുകളും കൊണ്ട് കുറേ ആളുകളെ ബുദ്ധിമുട്ടിക്കാവുന്നല്ലാതെ മറ്റൊരു നേട്ടമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് മറ്റൊരു വശം കൂടിയുണ്ട്. ഇതിൽ ഓരോ സംഘർഷവും ഉണ്ടാക്കുന്ന വാർത്താ വിപ്ലവങ്ങൾ പലരിലും ചിന്തിക്കുന്ന സമൂഹത്തിന് മുമ്പിൽ ഒരു വെറുപ്പ്, ഒരു വിദ്വേഷം ഈ സമരക്കാരുടെ മേൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. നമ്മളത് മറന്നു പോകരുത്. പലരും അത്തരം വാചകങ്ങൾ പറയുന്നത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പറയുകയാണ്. നിങ്ങളും കേൾക്കുന്നുണ്ടാവും. ഒരു ചാനലിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു. സമരത്തിന് പോകുന്ന നേതാക്കന്മാർ കാറിൽ സമരത്തിനായി പോകുന്നത്. അവർ ചോദിക്കുന്നു, അങ്ങനെയാണ് നിങ്ങൾക്ക് എന്തുകൊണ്ട് വാഹനം ഉപയോഗിച്ചു, നിങ്ങൾ ആ വാഹനം മാറ്റിയിട്ടുകൂടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ സമരത്തിന് പോകണ്ടേന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് തന്നെ ഇരട്ടത്താപ്പാണ്, നമുക്ക് തന്നെ ഇരട്ട നയമാണ്. അതുകൊണ്ട് തന്നെയാണ് പൊതുസമൂഹം ഇത്തരം സമരങ്ങളെ വിലയിരുത്തുന്നത് എന്നുള്ളത് കൊണ്ട് ഈ സമരത്തിൻ്റെ രീതി മാറ്റേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ ബലമായ അഭിപ്രായം. ഇതിന് വിയോജിപ്പുള്ളവരുണ്ടാകാം, വിരുദ്ധ ഉണ്ടാകാം, എനിക്കറിയാം. പക്ഷേ ഇത് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം മാത്രമാണ്. ഇത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. എന്തായാലും ചിന്തിക്കുന്നവർ ചിന്തിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.